ഏപ്രിൽ 30 ഈസ്റ്റർ 4-ാം ആഴ്ചയിലെ വ്യാഴാഴ്ച. യോഹന്നാൻ 13:16 മുതൽ 20 വരെ വാക്യങ്ങൾ. പുരാതന കാലത്ത് മറ്റൊരാളുടെ പാദങ്ങൾ കഴുകുക എന്നത് അപമാനകരമായ ഒരു പ്രവൃത്തിയായിരുന്നു. സ്വതന്ത്രനായ ഒരു പൗരനെയും അത് ചെയ്യാൻ നിർബന്ധിക്കാൻ കഴിയില്ലായിരുന്നു. അത് ഒരു അടിമയുടെ ജോലിയായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ശേഷം യേശു അവരോടും അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് പത്രോസിനും മറ്റു ശിഷ്യന്മാർക്കും മനസ്സിലായില്ല. തുടർന്ന് യേശു താൻ ചെയ്ത പ്രവൃത്തിയുടെ കാരണം വിശദീകരിക്കുന്നു. നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകി. അപ്പോൾ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക വച്ചിരിക്കുന്നു. യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുകയും അവൻ്റെ പഠിപ്പിക്കലുകളുമായി നമ്മെ തന്നെ യോജിപ്പിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിലും മനോഭാവത്തിലും എളിമയും ലാളിത്യവും നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നതിന് പ്രധാനമാണെന്ന് ഇത് തെളിയിക്കുന്നു. ഇതിലൂടെ യേശു സമൂഹത്തിൽ നഷ്ടപ്പെട്ടവനായും വൃത്തികെട്ട ജോലികൾ ചെയ്യുന്നവനായും അവസാന സ്ഥാനത്തുള്ളവനുമായി തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. സമൂഹത്തിലെ ഏറ്റവും ചെറിയവരോട് ശ്രദ്ധാലുവായിരിക്കാൻ അവൻ തൻ്റെ അനുയായികളെ വിളിക്കുന്നു. യേശുവിനെ അനുകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ സഹോദരങ്ങളുടെ പാദങ്ങൾ കഴുകാം? പരസ്പരം പാദങ്ങൾ കഴുകാൻ യേശു നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ പരസ്പരം സ്നേഹിക്കാനും സേവിക്കാനും ക്ഷമിക്കാനും അവൻ നമ്മോട് പറയുകയാണ്. പാദങ്ങൾ കഴുകൽ ശക്തമായ ഒരു പ്രതീകമാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവായ മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന് വലിയ അധികാരങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹം താമസിച്ചിരുന്ന ആശ്രമത്തിൽ എളിയ സ്ഥാനം വഹിച്ചു. മറ്റുള്ളവരെ സേവിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അടയാളമായി എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ഒരു ജോലി പൊതു ടോയ്ലറ്റുകൾ വൃത്തിയാക്കുക എന്നതായിരുന്നു. തൻ്റെ ഭാര്യ കസ്തൂർബയോടും അങ്ങനെ ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടക്കത്തിൽ അവർക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സന്ദേശം വളരെ വ്യക്തമാണ്. സാധാരണ ആളുകളോട് അടുത്ത് നിൽക്കുക, പ്രത്യേകിച്ച് ഉപേക്ഷിക്കപ്പെട്ടവരോടും ദുർബലരോടും പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.